9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൾ, അവൾക്കൊരു അഫെയർ ഉണ്ട്, അവളോട് എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടത് എന്നാണ് ഒരു മാതാവ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ഇന്നിപ്പോൾ നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണെന്ത് അഫെയറുകൾ എന്നുള്ളത്. ഞാനിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ 9ാം ക്ലാസ്സിലെ കുട്ടിനെ കാണാനില്ല, 8ാം ക്ലാസ്സിലെ പെൺകുട്ടിനെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികൾ എങ്ങോട്ട് പോവാനാണ്? ഒരു കുട്ടിനെ എങ്ങനെ എടുത്തൊരു കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രായമല്ലല്ലോ. 9ാം ക്ലാസ്സിലെത്തി എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 9 മാറും ഒരു 15 വയസ്സ് പ്രായം ഉണ്ടാവും. ഒന്ന് വിളിച്ച് നൊലോളിക്കാനെങ്കിലും കരയാനെങ്കിലും പറ്റൂലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പെൺകുട്ടികളെ എന്താണ് മറ്റുള്ളവർക്ക് വളരെ അനായാസമായി കൈവശപ്പെടുത്താനും ദുരുപയോഗപ്പെടുത്തുവാനുമുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗമാണെന്ത് പ്രേമമെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രേമത്തെക്കാളും അപകടകരമായി ഒരു പെൺകുട്ടിക്ക് മറ്റൊന്നും സംഭവിക്കാനില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളെ ഭയപ്പെടുത്തുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 9ാം ക്ലാസ്സിലെ കുട്ടി ഇനി ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു ഡിഗ്രി കഴിഞ്ഞ് ഒരു 5-6 കൊല്ലം കഴിഞ്ഞ് ഒരു പക്വതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എത്ര വർഷങ്ങളെടുക്കും? ആ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു അന്യപുരുഷനുമായിട്ടുള്ള ഒരു ബന്ധം അവൾക്ക് ഉണ്ടായിത്തീർന്നിരിക്കുകയാണ്. ഇത് ചെറുപ്രായത്തിലാകുമ്പോൾ പ്രേമം വളരെ ഡേഞ്ചറാണ്. കാരണം അത് അത്രയും സിൻസിയറായിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ മരിക്കാൻ വരെ റെഡി ആയിരിക്കും. പ്രായപൂർത്തി എത്തിയ ആളുകളാവുമ്പോൾ അവർ ചില സാഹചര്യങ്ങൾ വന്നാൽ അത് വേണ്ടാന്ന് പിരിയും. പക്ഷേ ഈ ചെറിയ കുട്ടികളത് വളരെ ഡിപ്രഷൻ വരും. ഇവരെ നമ്മൾ വേർപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ മാനസികമായി ഡിപ്രഷൻ വരും. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ആ കുട്ടി ഒരു നോർമൽ അവസ്ഥയിൽ നിന്ന് തന്നെ ഒരു അബ്നോർമാലിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഇത് വളരെ കെയർഫുള്ളായി വളരെ ശ്രദ്ധയോടുകൂടെ ഡീല് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ ഇതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന്, ഈ കുട്ടിക്ക് എന്ത് ചെയ്യാം? നമ്മളതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവളുടെ ഈ ഒരു പ്രേമം അവളുടെ മനസ്സിലങ്ങ് ഊണ്ട് പിടിച്ചത് കൊണ്ട് തന്നെ എന്തു പറയുമ്പോഴും ഇത് വിഡ്രോ ചെയ്യാൻ, ഇത് ഒഴിവാക്കാനാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് അവൾ ഒരാളുടെയും സംസാരം ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തയ്യാറാവില്ല. അപ്പോൾ സ്വാഭാവികമായും അവളിൽ ഇത് കേൾക്കാനുള്ളൊരു മനസ്സ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യം. പിന്നെ അവളെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ പൊതുവെ പെൺകുട്ടികൾ പിൻവാങ്ങും. കാരണം അവർക്ക് അവരുടെ ഭാവി അപകടപ്പെടും എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരുവിധം സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും? ഇതിന്ന് പിൻവാങ്ങും. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ഈ ഒരു ഏത് പയ്യനുമായിട്ടാണോ ഇവർക്ക് ഈ കണക്ഷൻ ഉള്ളത്, സ്വാഭാവികമായും എന്ത് ചെയ്യുക? തന്ത്രപരമായി അവനിൽ നിന്നും തൽക്കാലം ബന്ധപ്പെടാനുള്ള അവസരങ്ങളെ എന്ത് ചെയ്യുക? തന്ത്രപരമായി ഇല്ലാതാക്കുക. ഒരു പിടിച്ചു മാറ്റുന്നതാവുമ്പോൾ എന്ത് ചെയ്യും? ഒരു പക്ഷേ ആ പ്രേമം ശക്തമാവാനാണ് സാധ്യത. ഒരു തന്ത്രപരമായി, എനിക്ക് പ്രായക്കുറവൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എന്ത് ചെയ്യുക? സമയമാകുമ്പോൾ നമുക്ക് ആലോചിക്കാം, ഇപ്പം നീ കോണ്ടാക്ട്സ് ഒന്നും വേണ്ട, അത് ഇസ്ലാമികമായി തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? തൽക്കാലം ഒന്ന് വിഡ്രോ ചെയ്യുക. ഇത് ഭയങ്കര പ്രേമത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ, അവൻ്റെ കുട്ടിൻ്റെ രക്ഷിതാക്കൾക്കും ഉണ്ടാകും എന്ത് ഈ ആശങ്ക. ഈ പ്രായത്തിൽ അവനെ കൊണ്ടൊരു കല്യാണം വരുമ്പോൾ ഇവിടെ അതേ പ്രായമായിരിക്കും അവനുണ്ടായിരിക്കും. അപ്പോൾ അവനെയും പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിക്കുക, ഇവരെ പിന്തിരിക്കാൻ ഇവരും ശ്രമിച്ചാൽ സ്വാഭാവികമായി ഒന്ന് അകന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ മറന്നു പോയേക്കാം. കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൊക്കെ ഉപരി നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ബോധ്യപ്പെടുത്തണം. ഇവരൊരിക്കലും ഒരു പ്രേമമല്ല തുടങ്ങുന്നത്, ഒരു ഫ്രണ്ട്ഷിപ്പാണ് തുടങ്ങുന്നത്. ഫ്രണ്ട്ഷിപ്പ് തെറ്റില്ലല്ലോ. ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു സംസാരം കൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. പക്ഷേ ആ സംസാരം എന്ത് ചെയ്യും? അവർ തമ്മിൽ ആ സംസാരത്തിൽ വരുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളാവും, അവൻ്റെ വീട്ടിൽ അത് ഷെയർ ചെയ്യുന്നതോടുകൂടി അവരുടെ മനസ്സുകൾ എന്ത് ചെയ്യും? അടുക്കും. അതൊരാഗ്രഹമായി ജനിക്കും. പിന്നെ അതെന്ത് ചെയ്യും? അവർ കൂടുതൽ സമയം കാണാനും അടുക്കാനുള്ള സമയങ്ങൾ വരും. അത് പിന്നെ സ്പർശനങ്ങളിലേക്ക് നീങ്ങും.
ഒന്നിച്ച് തനിച്ചാവലിലേക്ക് നീങ്ങും, ഒന്നിച്ചുള്ള യാത്രകളിലേക്ക് നീങ്ങും, കാണാൻ പിരിയാനും പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങും. ഒരു പ്രേമം എന്ന് പറയുമ്പോൾ എന്തുള്ളൂ, ഒരു ആണും പെണ്ണും തമ്മിലുള്ള ജിൻസിയായ പ്രകൃതിപരമായിട്ടുള്ള ഒരു അട്രാക്ഷനാണ്. ഈ അട്രാക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇത് ആകർഷിച്ച് അവസാനം അവർ രണ്ടുപേരും ഒന്നായി തീരും, ശാരീരികമായൊരു ബന്ധം നടക്കുക എന്നതാണ് ഇതിൻ്റെ ആത്യന്തികമായ ഫലം. അതിലേക്ക് മാനസികാവസ്ഥ എത്തുമ്പോഴാണ് ഇവർ ഇത് കല്യാണം കഴിക്കണം, വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്. വിവാഹം കഴിക്കണം എന്നൊരു വിവാഹത്തിന് വേണ്ടിയോ ഒരു ജീവിതത്തിനോ വേണ്ടിയല്ല, ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഒന്നിച്ചു ചേരാൻ മറ്റു വഴികളില്ലാത്തത് കൊണ്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഒന്നിച്ചേരൽ കഴിഞ്ഞാൽ അത് അവരുടെ ഒരു താല്പര്യം തീർന്നാൽ ആ ബന്ധം അവസാനിച്ചു, രണ്ടുപേരുടെയും ജീവിതത്തിലെ ഒരു ദാമ്പത്യവും കുടുംബജീവിതമൊക്കെ അവിടെ തീരും. അപ്പോൾ ഈ അപകടത്തെക്കുറിച്ച് എന്ത് ചെയ്യണം, ഒരു പ്രേമമുണ്ടാകും മുമ്പ് ഒരു ആൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം, വസ്ത്രധാരണങ്ങൾ എങ്ങനെ സ്വീകരിക്കണം, സംസാരിക്കുമ്പോൾ എത്രത്തോളം ആവാം എന്നതിനെക്കുറിച്ചൊക്കെ അന്യപുരുഷന്മാരോട് പാലിക്കേണ്ട ഒരു അകലം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നല്ല അവയർനെസ് എന്ത് ചെയ്യണം, നേരത്തെ കൊടുക്കണം. കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പത് കൊടുക്കണം എന്ന് ഇവർക്ക് നിർബന്ധമായി വന്നു. പക്ഷെ ഈ പ്രായത്തിലുള്ള എത്രയോ കുട്ടികൾ നമ്മുടെ ഈ ലൈവ് കൗൺസിലിംഗ് കേൾക്കുന്നവരിലുണ്ട്. പക്ഷെ ആ പെൺകുട്ടികൾക്ക് അവരൊന്നും പറഞ്ഞു കൊടുക്കണില്ല. എന്തുകൊണ്ട്? അവർ വല്ല അഫെയറിലും കുടുങ്ങിയതായിട്ട് അവർക്ക് വിവരം കിട്ടിയിട്ടില്ല. ഇനി അത് വിവരം കിട്ടുമ്പോൾ മാത്രമാണ് എന്ത് പറഞ്ഞു കൊടുക്കണം എന്ന് അവർ ചോദിക്കുക. ഇപ്പൊ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലോ അഡ്വാൻസ് ചെയ്യുകയാണെങ്കിലോ ഇത്തരം അപകടം നമ്മളെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് പലപ്പോഴും നമുക്ക് സ്കൂളുകളിലൊക്കെ ഇതൊരു നോർമൽ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ബെസ്റ്റിയാണ്, ഇപ്പോൾ ഒരു പുതിയ ടൈമാണ് ബെസ്റ്റി, പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെന്താ ഇവിടെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ബെസ്റ്റിയാണ്, ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പുകളാണ് പലപ്പോഴും അപകടകരമായ ഇതുപോലുള്ള റിലേഷൻഷിപ്പുകളിലേക്ക് പോകുന്നത്. അപ്പോൾ കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് തോന്നുന്നത്.